നല്ലൊരു ഭാവിയുള്ള ഒരു യുവ നേതാവ് തന്നെയായിരുന്നു. കാരണം ഈ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് തന്നെ MLA ആയി. വേണമെന്നുണ്ടെങ്കിൽ ഇനി UDF വരികയാണെന്നുണ്ടെങ്കിൽ ഭാവിയിൽ തന്നെ മന്ത്രിയാവാൻ സാധ്യത ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രി ആകുമെന്നൊക്കെ വരെ കോൺഗ്രസ്സുകാര് പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ എന്തോ ആയിക്കൊള്ളട്ടെ. എന്ത് തന്നെയാണെങ്കിലും നല്ലൊരു ഭാവിയുള്ള ഒരു വ്യക്തി, ഒരു യുവ നേതാവ്. പക്ഷെ എന്ത് ചെയ്യാം, വികാരങ്ങൾ സ്വന്തം ആയിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇതൊക്കെ സംഭവിക്കും. താമസിയാതെ തന്നെ രാജിവെക്കും. MLA സ്ഥാനം പോകാനൊന്നും സാധ്യതയില്ല, കാരണം ഒരു കൊല്ലം കൂടിയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് MLA സ്ഥാനം അവിടെ തന്നെ സേഫ് ആയിട്ട് കാണും. എന്നാൽ ഇനി ഒരിക്കലും നിയമസഭയിൽ ഒന്ന് മത്സരിക്കാൻ ഒരു അവസരം കിട്ടും. രാഷ്ട്രീയത്തിൽ നിന്നല്ല, സിനിമയിൽ നിന്നല്ല, എന്ത് തന്നെയാണെങ്കിലും, ഏത് ജോലിയിലാണെന്നുണ്ടെങ്കിൽ, ഒരു മനുഷ്യനാണ് എന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളിലും ചിന്തിക്കേണ്ടതായിട്ടുള്ള പല കാരണങ്ങളുണ്ട്. അതൊന്നും ചെയ്യാതെ തോന്നിയതുപോലെ ചെയ്തു കഴിഞ്ഞാൽ, ആറാട്ടെണ്ണം ചെയ്യുന്നത് പോലെയൊക്കെ അങ്ങ് ചെയ്തു കഴിഞ്ഞാൽ, ഒരു MLA ചെയ്യുകയാണെങ്കിൽ ഭവിഷ്യത്ത് ഭയങ്കര അധികം വലുതായിരിക്കും. സംസ്ഥാന കമ്മിറ്റി ഗ്രൂപ്പിൽ വനിതാ നേതാവ് ശബ്ദ സന്ദേശം അയച്ചിരിക്കുകയാണ്. ഏതെങ്കിലും വ്യക്തിക്കെതിരെയുള്ള നീക്കമല്ല, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെതിരെയാണ് എന്ന് ശബ്ദ സന്ദേശത്തിൽ വ്യക്തമായി പറയുകയാണ്. സംസ്ഥാന കമ്മിറ്റിയെ മുഴുവൻ അപമാനിക്കുന്ന രീതിയിലാണ് വാർത്തകൾ പോകുന്നത് തന്നെ. സംസ്ഥാന കമ്മിറ്റി ഗ്രൂപ്പിൽ അടിയന്തര ചർച്ച ഉണ്ടാവണം, അടിയന്തരമായി സംസ്ഥാന കമ്മിറ്റി വിളിച്ച് കൂട്ടണം. ഒരാൾക്കെതിരെ നിരന്തരമായ ആരോപണം ഉണ്ടാകുമ്പോൾ ഒരാളെങ്കിലും വിശ്വസിക്കണം, മറുപടി കൊടുക്കണം. പേര് വലിച്ചഴിച്ച് മാധ്യമ പ്രവർത്തകർക്കെതിരെയും നിയമപരമായി നീങ്ങണമെന്നും വനിതാ നേതാവ് ഗ്രൂപ്പിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഷാഫി പറമ്പിലാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലാണെങ്കിലും ഒരു അക്ഷരം ഇതുവരെ മിണ്ടുന്നില്ല. അതിനിടെ പ്രതിപക്ഷ നേതാവ് നടത്താൻ നിശ്ചയിച്ചിരുന്ന വാർത്താ സമ്മേളനം വരെ മാറ്റിയിരിക്കുകയാണ്. വിവാദങ്ങളെ തുടർന്ന് തന്നെയാണ് മാറ്റിയിരിക്കുന്നത്. വാർത്താ സമ്മേളനം മാറ്റിയെ സംബന്ധിച്ച് മറ്റ് വിശദീകരണം ഒന്നും തന്നെ നടത്തിയിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനും രാജി വെക്കാതെ വാർത്താ സമ്മേളനം നടത്തില്ല എന്നുള്ളത് തന്നെയാണ് VD സതീശന്റെ നിലപാട്. അതേസമയം ലൈംഗിക സന്ദേശ വിവാദത്തിൽ AICC ഇടപെട്ടിരിക്കുകയാണ്. പരാതികൾ KPCC പരിശോധിക്കുമെന്നും ഹൈക്കമാൻഡ് നിർദ്ദേശത്തെ തുടർന്നാണ് ഈ നീക്കവും. ഹൈക്കമാൻഡിന് ലഭിച്ച ചില പരാതികൾ KPCCക്ക് കൈമാറിയതായി സൂചനകളുണ്ട്. ആരോപണത്തിൽ ലാഘവം ഉണ്ടാവരുത് എന്നും ഗൗരവമുള്ള അന്വേഷണം ഉണ്ടാകണമെന്നും വേഗത്തിൽ ഇടപെടണമെന്നും AICC നിർദ്ദേശിച്ചിട്ടുണ്ട്. നടി പേര് പറഞ്ഞിട്ടില്ല എങ്കിലും പാർട്ടി പ്രതിരോധത്തിലാണ് എന്ന് നേതാക്കൾക്കിടയിൽ തന്നെ വിലയിരുത്തലുമുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും MLAയുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ആരോപണം AICC പരിശോധിക്കുക തന്നെയാണ്. പാർട്ടി സംസ്ഥാന നേതൃത്വത്തോട് ഹൈക്കമാൻഡ് വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട്. നിലവിലെ ആരോപണങ്ങൾ പുറത്തുവരും മുൻപ് തന്നെ രാഹുലിനെതിരെ നിരന്തരം പരാതികൾ ലഭിക്കുന്നുണ്ടായിരുന്നു. അന്വേഷിക്കാൻ സംസ്ഥാനത്തിന് ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി KPCC നേതൃത്വത്തിന് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് അടക്കം മാറ്റുന്നതടക്കമാണ് ഹൈക്കമാൻഡ് ആലോചനയിലുള്ളത്. യുവ നേതാവിനെതിരെ മാധ്യമ പ്രവർത്തകർ നടത്തിയ വെളിപ്പെടുത്തൽ വ്യാപക ചർച്ചയ്ക്കാണ് വഴിവെച്ചിട്ടുണ്ടായിരുന്നത്. മാധ്യമ പ്രവർത്തക ആരോപണം ഉന്നയിച്ചത് കോൺഗ്രസ് നേതാവും MLAയുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയാണ് എന്ന് സോഷ്യൽ മീഡിയയിൽ അടക്കം ചർച്ചയായിട്ടുള്ള കാര്യമായിരുന്നു. ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയിരിക്കുക തന്നെയായിരുന്നു എഴുത്തുകാരി ഹണി ഭാസ്കരൻ. രാഹുൽ മാങ്കൂട്ടം അനുഭവം എന്ന തലക്കെട്ടോടെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലായിരുന്നു ഹണി ഭാസ്കർ തുറന്നെഴുതിയിട്ടുണ്ടായിരുന്നത്. എന്ന് തന്നെയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാവിയാണ് ഇവിടെ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നത്.